നമ്മൾ കേട്ടിട്ടില്ലേ? കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി രൂപേഷു ലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ ഒരു ഇത്? ഞാൻ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. കഴിവുള്ള നല്ല കുടുംബിനികളായ സ്ത്രീകളെ കുറിച്ചാണ്. അവർ ആ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യമായിരിക്കും, ആ കുടുംബത്തിന്റെ വിളക്കായിരിക്കും ആ സ്ത്രീകൾ. നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളായിരിക്കും ശരിക്കും. കാരണം ഭയങ്കര ഐശ്വര്യമായിരിക്കും അവർ വീട്ടിൽ എപ്പോഴും എല്ലാവരെയും ചേർത്ത് നിർത്തി. അതായത് കല്യാണം കഴിച്ച് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ, സഹോദരങ്ങളെ എല്ലാവരെയും കൂടെ ഒരു ചരടിക്കോർത്ത മുത്തുകൾ പോലെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഭയങ്കര സന്തോഷത്തിൽ കഴിയുന്ന സ്ത്രീകൾ എന്തോരം ഉണ്ടെന്നറിയാവോ? നല്ല കുടുംബിനികളായ സ്ത്രീകളുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ സന്തോഷവും തമാശകളും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. പിന്നെ ഈ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത ഉള്ള എന്നറിയാമോ? മൾട്ടി പർപ്പസ് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കും. അതായത് അവർ പല കാര്യങ്ങൾ ഒരു സമയം കറക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരുമാതിരിപ്പെട്ട പണിയെല്ലാം ഒരേ സമയം ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി കഴിവുകളുള്ളവരാണ്. ആ കഴിവൊക്കെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര ഐശ്വര്യം അവരുടെ ജീവിതം. നല്ല രൂപേഷു ലക്ഷ്മികളായിട്ടും ഐശ്വര്യവും വൃത്തിയും വെടുപ്പും ആ വീടിന് തന്നെ ഒരു എന്നാ പറയണേ ഒരു പ്രത്യേകതയായിരിക്കും. ആ ഭർത്താവിൻ്റെ ഒരു അഭിമാനമായിട്ട് വളരുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ആ സമയത്ത് ഇതുങ്ങൾ ചീത്തയായി പോയാലുണ്ടല്ലോ മഹാമോശമാണ്. ആ കുടുംബത്തെ താറുമാറാക്കും. ചില സ്ത്രീകൾ ചെന്ന് കഴിയുമ്പം ആ കുടുംബത്തെ നാല് വശത്തേക്ക് ഓടിക്കുന്നതുങ്ങളും ഉണ്ട് കേട്ടോ. ഒരു 3 സഹോദരങ്ങളുണ്ടെങ്കിൽ മൂന്ന് വഴിക്ക് പോകും, അച്ഛനും അമ്മയും വേറെ വഴിക്കും പോകുന്ന പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാം എന്നിട്ട് എൻ്റെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഞാൻ അങ്ങനത്തെ സ്ത്രീകളെയല്ല പറയുന്നത്. വീടിന് താങ്ങും തണലുമായിട്ട് നിന്ന് ഭർത്താവിന് ഒരു അഭിമാനമായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. അവർ ആ വീടിന് ഒരു മാതൃകയായിരിക്കും, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കും. ആ വീട്ടിൽ ചെന്ന് വലതുകാലി വെച്ച് ആ വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോൾ തൊട്ട് അവിടുത്തെ സഹോദരങ്ങളോടെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അവരെ എവിടെയൊക്കെ വിടണം എന്നും എന്തൊക്കെ ചെയ്യണമെന്നും പരമാവധി ത്യാഗങ്ങൾ ചെയ്യുന്ന സ്ത്രീകളായിരിക്കും അവർ. ഇപ്പം ഒരാൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ആണെങ്കിൽ അവരവരുടെ സ്വർണ്ണാഭരണങ്ങൾ വരെ കൊടുത്ത് അവരെ ജോലിക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വിദേശത്തിനൊക്കെ വിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് കേട്ടോ. ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെങ്ങക്ക് വേണ്ടിയിട്ടോ ഒക്കെ. അതേപോലെ പെങ്ങന്മാരെ കെട്ടിക്കാനൊക്കെ അവനവൻ്റെ സ്വർണം മുഴുവൻ എടുത്തു കൊടുത്ത് കെട്ടിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അവർ പോയി നന്നായിട്ട് ജീവിക്കട്ടെ എന്നോർത്തുണ്ട്. അങ്ങനെയുള്ളതും പിന്നെ കുടുംബത്തിന് സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് തുല്യ ഭാഗമായിട്ട് വെക്കണമെന്നും ഒക്കെ പറയണം. എല്ലാം എൻ്റെ എനിക്കിത് മൊത്തം വേണം, ഞാനല്ലേ അച്ഛനെ അമ്മേനെ നോക്കണേ, അങ്ങനെയൊന്നും പറയാതെ എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ കൊറോണ കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. കൊറോണ കാലത്ത് ഒരാളൊരു ബിസിനസ് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അയാളുടെ കടയൊക്കെ നിന്നുപോയി കൊറോണ വന്നപ്പോൾ. അപ്പോൾ ഇയാൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, ജീവിക്കാൻ മാർഗമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ അന്നന്നത്തെ ചിലവ് പോലും കഴിയാൻ സാഹചര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ഈ ഭാര്യ ഒരു ഷിമ്മിക്കൂടിനകത്ത് കുറേ രൂപ സൂക്ഷിച്ചു വെച്ചിരുന്ന് എടുത്തുകൊണ്ട് ഇയാളുടെ കൈ കൊണ്ട് കൊടുത്തു. ഇയാളത് എണ്ണി നോക്കിയപ്പോൾ 45,000 രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അതായത് കിട്ടുന്ന ചില്ലറ പൈസകളും കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ കിട്ടുന്നതും ഇയാൾ വരുമ്പം കൊടുക്കുന്ന പൈസയും സാരി മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പൈസയും എല്ലാം കൂടെ സൂക്ഷിച്ചു വെച്ചിട്ട് അത്രയും രൂപ 45,000 രൂപ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കൊറോണ കാലത്ത് കുറേ നാൾ അവർക്ക് ജീവിക്കാനുള്ള പൈസ അതുകൊണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ വീടിന് താങ്ങായിട്ട് നിൽക്കുന്ന സ്ത്രീകളും ഒത്തിരി പേരുണ്ട്. അതേപോലെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ ആ കുടുംബത്തിൽ ഞാനുണ്ടല്ലോ, ഞാനും കൂടെ ഉണ്ടല്ലോ, നമുക്ക് രണ്ടുപേർക്കൂടെ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ കർമ്മേഷു ദാസിയായിട്ട് നിൽക്കുന്നവരും ഉണ്ട്. ആവശ്യം അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്നെക്കൊണ്ട് എന്താ പറ്റുന്നത് എന്ന് ചോദിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് മോശം ഭാഗത്തിലേക്കൊന്നും മക്കൾ പോകാതിരിക്കാൻ വേണ്ടി നല്ലത് ഉപദേശിച്ചു കൊടുത്ത് എന്താ പറയണേ നല്ല ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അമ്മയും ഉണ്ട്. മക്കളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുകയും, അതായത് പെൺകുട്ടികളാണെങ്കിൽ അടുക്കളപ്പണിയായി, തുണിയലക്കാൻ പഠിപ്പിക്കലായി, മിറ്റടിക്കലായി എന്ന് വേണ്ട അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ആൺകുട്ടികൾക്കും ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തും വളർത്തുന്ന ഒത്തിരി അമ്മമാരും ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ പണ്ട് കാലത്തൊക്കെ അമ്മമാരെ അരിക്കലത്തിനകത്ത് പണം സൂക്ഷിച്ചു വയ്ക്കുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ
എവിടെയെങ്കിലുമൊക്കെ നമ്മളൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന അമ്മമാരും സ്ത്രീകളും ഒക്കെയുണ്ട്. കാരണം അവരുടെ കണക്കുകളെല്ലാം കറക്റ്റായിട്ട് സൂക്ഷിക്കും. വരവെത്ര ചെലവെത്ര എന്നൊക്കെ നോക്കി ചെയ്യുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇത്ര രൂപ ശമ്പളം, ഇത്ര രൂപ വരവുണ്ട്, അതിനകത്ത് ഇത്ര രൂപ ചിലവാക്കണം, അതനുസരിച്ച് ചിലവാക്കും, ബാക്കി പൈസ സേവ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഒരു തുക ഉണ്ടാക്കുന്ന മക്കളുടെ കല്യാണം നടത്താനും ഒക്കെ ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അതിൻ്റെ അകത്ത് വേറെ അനിയന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് വേറെ സാഹചര്യത്തിൽ നിന്ന് ഒരു പെണ്ണ് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർ വരുമ്പോൾ അവർ വേറെ സാഹചര്യത്തിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു തോന്നൽ വരും, ആ ചേടത്തിയമ്മ എല്ലാം കൈകാര്യം ചെയ്യുക, ചേടത്തിയമ്മേനെ എല്ലാവർക്കും ഇഷ്ടം എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാകുകയും അങ്ങനെ ഒരു ചെറിയ ഒരസലോട് കൂടിയാണ് മിക്ക വീടുകളിലും വഴക്കിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത്. എന്നാൽ ആ ചേടത്തിയമ്മയ്ക്ക് അതേ അംഗീകാരത്തോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയും അങ്ങനെ നല്ല രീതിയിൽ നിന്ന് എല്ലാവരും ഒരേ രീതിയിൽ അംഗീകരിക്കും. പക്ഷെ പല വീടുകളിലും അവിടെ ഒരു കുശുമ്പെന്ന് വേണമെങ്കിൽ പറയാം, ഒരു കുശുമ്പ് ഉടലെടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ മൂത്ത് വഴക്കയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത് ഭർത്താക്കന്മാരുടെ ചെവിയിൽ ഓതിക്കൊടുത്ത് തലയണ മന്ത്രം എന്ന് പറയില്ലേ, ഉപദേശിച്ച് അവസാനം രണ്ടുപേരും കണ്ടാൽ മിണ്ടില്ലാത്ത ബദ്ധ ശത്രുക്കളായി തീരുന്നതും ഉണ്ട്. അതും ഈ സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വീട്ടിൻ്റെ എല്ലാ ഐശ്വര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സ്ത്രീയാണ് എന്ന് ഓർക്കണം നമുക്ക്. ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്നതും ഒരു ഭർത്താവിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നതും ഒരു സ്ത്രീയാണ്. ചില ഭർത്താക്കന്മാരുടെ ജീവിതം നരകതുല്യമാക്കുന്നത് സ്ത്രീയാണ്. അതേപോലെ ആഡംബരങ്ങൾ കുറച്ച്, കൈ കിട്ടുന്ന പൈസയ്ക്ക് ആഡംബരങ്ങൾ കുറച്ച് അതും കൂടെ സേവ് ചെയ്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. ചിലരുണ്ട് രാവിലെ ഭർത്താവും മക്കളും ഇറങ്ങുമ്പോൾ ആ കൂടെ തന്നെ ഇറങ്ങും, എന്നിട്ട് എവിടെയെങ്കിലും കറങ്ങി അടിച്ചിട്ട് വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് കയറി വരും. കയ്യിലുള്ള പൈസയും കിട്ടുന്ന പൈസയും മുഴുവൻ ചിലവാക്കും. കുറേ വസ്ത്രങ്ങൾ മേടിച്ച് കളയും, കുറേ മേക്കപ്പ് സാധനങ്ങൾ മേടിച്ച് കളയും. അങ്ങനെയൊക്കെ ജീവിതം ദുരിതമാക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. അത് മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ട സ്ത്രീകളാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതും ഒത്തിരി ദോഷം ചെയ്യുന്നതാണ്. അതല്ലാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങുക, ആവശ്യത്തിന് മാത്രമല്ല, ആവശ്യത്തിൽ കൂടുതൽ ചിലവുകൾ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതം താറുമാറായി പോകും. ഒരു മാസം 1000 രൂപ ചിലവാക്കി അടുത്ത മാസം 2000 രൂപ ചിലവാക്കുമ്പോഴത്തേനും നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗങ്ങളാ പോകുന്നതെന്നുള്ള ചിന്തയും കൂടെ നമുക്ക് വേണം. പിന്നെ കിട്ടുന്ന പൈസ, ചില സ്ത്രീകളുണ്ട് ഓണച്ചിട്ടി, ഓണത്തിന് മാത്രം കിട്ടുന്ന വിഷുച്ചിട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ ചിട്ടികളൊക്കെ കൂടിയിട്ട്, അല്ലെങ്കിൽ RD പോലുള്ള സംഭവങ്ങളിലൊക്കെ ഇട്ട് സമ്പാദിക്കുന്ന സ്ത്രീകളും ഉണ്ട്. കൊച്ചു സമ്പാദ്യങ്ങളായിട്ട് അതും സൂക്ഷിച്ചു വെച്ച് ഓണത്തിനൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് വേണം, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഡ്രസ്സ് കൊടുത്ത് ഒരു എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുന്നവരും ഉണ്ട്. അതേപോലെ എല്ലാവർക്കും എല്ലാം നല്ല രീതിയിൽ നല്ലൊരു മാതൃകയാകുന്ന രീതിയിലുള്ള സ്ത്രീകളായിരിക്കണം നമ്മുടെ സ്ത്രീകൾ. കണക്ക് വരവ് ചെലവുകളും ഒക്കെ എഴുതി വെച്ച് ഇത്ര രൂപ ഇത്ര എൻ്റെ ഭർത്താവിന് ചിലവായി, ഇത്ര എൻ്റെ അമ്മയ്ക്ക് ചിലവായി എന്ന് എല്ലാ കണക്കും എഴുതി വെച്ചിട്ട് ഒക്കെ നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് പോവുക. അപ്പോഴാണ് ആ വീടിൻ്റെ ഐശ്വര്യം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെയുള്ള വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകൾ ഇരിക്കുന്ന വീട് തന്നെ ഒരു ഐശ്വര്യമുള്ള, ആ ഭർത്താവ് ഒരു സന്തോഷവാനും ഭാഗ്യവാനും ആയിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന, സഹോദരങ്ങളെ അടിച്ച് തമ്മിച്ച് വേർതിരിക്കാത്ത ഒരു ഭാര്യ ഇരിക്കുന്ന വീടിനുണ്ടല്ലോ, ഒരു പ്രത്യേക ഐശ്വര്യമായിരിക്കും അവർക്ക്. ആ കുടുംബത്തിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാം. അവിടുത്തെ പെൺമക്കളെ ആൺമക്കളെ ഒക്കെ ഒരേ കണ്ണോടുകൂടി കണ്ട് അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ചെല്ലുന്ന പെൺമക്കളും വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടാൽ പോലും ആ മക്കളും നല്ല രീതിയിലാണ് വീട്ടിൽ പെരുമാറുള്ളൂ. കാരണം അവരെ അച്ഛനും അമ്മയും ധാരാളിക്കാതെ നല്ല മാർഗങ്ങൾ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ മക്കൾ ചെല്ലുന്നിടവും അവർ സന്തോഷത്തോടു കൂടി ആ മക്കൾ നല്ല രീതിയിലേ അവിടെ നിൽക്കുകയുള്ളൂ. അല്ലാതെ അവരും വലിയ ധാരാളികളായിട്ട് ഈ നമ്മുടെ വീട്ടിലെ സാമ്പത്തികമായിരിക്കില്ല ചിലപ്പം കെട്ടിച്ചു വിടുന്ന വീട്ടിൽ. അപ്പം ആ വീട്ടിലും പോയി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ അമ്മ ഇങ്ങനെയല്ലേ കാണിക്കണുണ്ട്, എൻ്റെ അമ്മ ഇങ്ങനെ സമ്പാദിക്കണം ഞാൻ കണ്ടല്ലോ, എൻ്റെ അമ്മയുടെ കയ്യിൽ ഇത്ര രൂപയുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണേ പൈസ എന്നൊക്കെ മനസ്സിലാക്കി ആ പെൺകുട്ടികളും അതുപോലെ സൂക്ഷിക്കാനും പഠിക്കും. ആൺകുട്ടികളാണേലും അനാവശ്യമായ ചിലവുകളൊന്നുമില്ലാതെ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അവരൊരു അനാവശ്യ ചിലവുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.
കാരണം നമ്മൾ വേറെ ഇടത്തുനിന്ന് ഇങ്ങനെ സമ്പാദ്യശീലങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. നമ്മുടെ വീടുകളിലുള്ളതല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു കോളേജിലോ ഒരു സ്കൂളിലോ ഇങ്ങനെയുള്ളതൊന്നും പഠിക്കുന്നില്ല. എത്ര രൂപ സേവ് ചെയ്യണം, എത്ര രൂപ ചെലവ് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. അപ്പം നമ്മളിത് കണ്ടുപിടിക്കണേ എവിടുന്ന? നമ്മുടെ വീടുകളിൽ നിന്ന്. അപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെ എങ്ങനെയാണ് നോക്കണത്, അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ അച്ഛനെ എങ്ങനെയാണ് നോക്കണേന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മക്കൾ എന്നെ നോക്കാനോട് മനസ്സിലാക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ മക്കൾ നോക്കണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഭർത്താവും ഭാര്യയും കൂടി ഏത് സമയം വഴക്കും പിണക്കും ആയിട്ടിരിക്കുകയും ഒരു പൈസ പോലും സൂക്ഷിക്കാതെ മുഴുവൻ ധാരാളിയായിട്ട് ജീവിക്കുന്ന വീട്ടിലെ ആണെങ്കിൽ നമ്മുടെ മക്കളും അത് തന്നെ കാണിക്കും. നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എടുത്ത് ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ടായിരിക്കും, നിങ്ങളിങ്ങനെയൊക്കെയല്ലേ ഞങ്ങളെ കാണിച്ചത്, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ മിച്ചമുണ്ടെന്ന് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിനേക്കാളും ഭേദം നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ ഒരു കാലത്തും അങ്ങനെ ചോദിക്കാനും ഇടവരുത്തില്ല. അവർ നല്ല സമ്പാദ്യശീലമുള്ളവരായി കുടുംബത്തിന് ഒരു ഐശ്വര്യമുള്ള മക്കളായിട്ട് അവർ വളരുകയും ചെയ്യും. ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഭാഗ്യവതിയായിട്ട് അമ്മയായിട്ടിരിക്കാനും സാധിക്കും അവർക്ക് അഭിമാനിക്കാം. അവരുടെ മക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കിയല്ലോ, ഞാൻ എൻ്റെ മക്കളെ നോക്കിയല്ലോ, ഞാൻ എൻ്റെ കുടുംബക്കാരെ എല്ലാവരെയും ചേർത്ത് നിർത്തിയല്ലോ, എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഞാൻ ഒരേപോലെ നോക്കിയല്ലോ എന്നൊരു അഭിമാനത്തോടെ പറയണമെങ്കിലുണ്ടല്ലോ അതുപോലെയുള്ള ഒരു പെണ്ണ് ആയിരിക്കണം, ഒരു ഭാര്യ ആയിരിക്കണം. ഇതിപ്പോൾ പറയുമ്പോൾ ഞാൻ എൻ്റെ അഭിമാനത്തോടെ പറഞ്ഞു, ഇതെൻ്റെ കുടുംബക്കാരെല്ലാം കേട്ടോണ്ടിരിക്കുക, ഞാൻ എൻ്റെ അഭിമാനത്തോടെ പറയാം, ഞാൻ എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച വ്യക്തിയാണ്. എനിക്ക് അവർ രണ്ടുപേരും ഒരുപോലെയാണ്. അപ്പം എനിക്ക് അഭിമാനത്തോടെ പറയാം ഞാൻ അങ്ങനെയായിരുന്നു എന്ന്. അങ്ങനെ ആയിരിക്കണം ഓരോ സ്ത്രീകളും എന്നാണ് എനിക്ക്. കാരണം നമ്മൾ പെരുമാറുന്ന രീതി അനുസരിച്ചിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നാലാണ് നമ്മുടെ രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ സൗണ്ട് കേൾക്കുള്ളൂ, അല്ലേ? അപ്പം നമ്മളെത്തോരും നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നു, അവർ നമ്മളോട് ചേർന്ന് തന്നെ നിൽക്കും. നമ്മളായിട്ട് കൈ കൊടുക്കാണ്ടിരുന്നാൽ മാത്രം മതി. രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോൾ ഒരു കൈ കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അടിക്കലുണ്ടാവില്ലല്ലോ. നമ്മളപ്പോൾ ചേർത്ത് നമ്മുടെ സഹോദരങ്ങളെയും അവരുടെ ഭാര്യമാരെയും ഒക്കെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് മുന്നോട്ട് പോകും. എത്ര മനസ്സിൽ ആർക്കൊക്കെ എന്തൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അവരോടൊന്നും പറയണ്ട, അവരൊന്നും നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ അങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തണം. അത് സഹോദരങ്ങളെ, ഭർത്താവിൻ്റെ സഹോദരങ്ങളെ ആണെങ്കിലും അവരെ ഭിന്നിപ്പിക്കാതിരിക്കുക. ഭർത്താവിൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത് അവരൊന്നിച്ച് വളർന്നവരാണ്. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് വരെ അവർ ഒറ്റക്കെട്ടായിരുന്നു, ഇല്ലേ? നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവരെ വേർപെട്ട് പോയെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായി കാണും, പലതും അവർ പറഞ്ഞു കാണും. പക്ഷെ എങ്കിലും ആ പറഞ്ഞതൊക്കെ മറന്നിട്ട് നമ്മളവരെ ചേർത്ത് നിർത്തുക. നമ്മൾ പരമാവധി ചേർത്ത് നിർത്തി നോക്കുമ്പം അവർ നമ്മളെ അംഗീകരിക്കാതെ വരില്ല. നമ്മളെ അവർ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അവർ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടും. ആ അവസ്ഥയിലേക്കാവും. അത് ഒരു സമയത്ത് ഉള്ള ഒരു കുഴപ്പമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ സ്ത്രീ മുൻകൈ എടുക്കണം, ഒന്നിച്ച് നിർത്താൻ ശ്രമിക്കണം, ഒരിക്കലും വേദനിക്കാതെ. വലിയേട്ട സിനിമ കണ്ടിട്ടില്ലേ നമ്മൾ? അതിനകത്ത് മമ്മൂട്ടീനെ ആ കുടുംബത്തെ ഒന്നിച്ച് കൊണ്ടുപോവുക, അവസാനം അനിയൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ തമ്മി തല്ലി പിരിയുകയും ചെയ്യണേ. നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരിക്കലും വേർതിരിക്കാണ്ടിരിക്കാനും ഒരു സ്ത്രീക്ക് കഴിയും കേട്ടോ. ഒന്നിച്ച് നിർത്താനും ഒരു സ്ത്രീക്ക് കഴിയും. അപ്പം എല്ലാവരും ഒന്നിച്ച് നിർത്തി സന്തോഷത്തോടുകൂടി കാര്യേഷു മന്ത്രിയായി, കർമ്മേഷു ദാസിയായിട്ട്, രൂപേഷു ലക്ഷ്മിയായിട്ട് ഒരു വീട് ഭരിച്ചു നോക്കിക്കേ. നമ്മൾ കേട്ടിട്ടില്ലേ പൂമുഖം വാതുക്കൽ സ്നേഹം തുളുമ്പുന്നതെന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ശരിക്കും അതെ, അതുപോലെ ഒരു ഭാര്യയായിരിക്കാം. രാത്രിയിലുള്ള തലയണ മന്ത്രങ്ങൾ ഒഴിവാക്കി കൊടുക്കുക. ആരുടെയും, അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും സഹോദരങ്ങളുടെ ആണെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഇരുത്തി പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. അതൊക്കെയാണ് ഒരു മിടുക്കിയായ ഒരു ഭാര്യ ചെയ്യേണ്ടത്. അല്ലാതെ ഭർത്താവിനോട് മാത്രം കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു, കുറച്ച് കുറ്റങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കേൾപ്പിച്ചു, അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞു തീർക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. അവിടെ തീർത്തോ പ്രശ്നങ്ങൾ. അല്ലാതെ അതിനെ ഊതിപ്പെറിപ്പിച്ച് വലുതാക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. അങ്ങനെയുള്ള വീടിൻ്റെ വാതിക്കെ കീർച്ചെന്ന് നമുക്കറിയാൻ പറ്റും ആ വീടിൻ്റെ ഐശ്വര്യം. അങ്ങനെയുള്ള മഹാലക്ഷ്മികളായിട്ട് നമ്മുടെ പെൺകുട്ടികളെല്ലാം
ഇരിക്കുക. നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം നമ്മളിങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മുടെ മക്കളോടും ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെടുള്ളൂ. അപ്പം അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് സ്ത്രീകളാണ്. ആണുങ്ങളെക്കാളും അതിന് പ്രാധാന്യം കൂടുതൽ സ്ത്രീകൾക്കാണ്. ഒരു കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകുന്നതിന് പ്രാധാന്യം കൂടുതലുള്ളത്. സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാനുള്ള ബോധമേ അധികം കെട്ടിയവന്മാർക്കും ഉള്ളൂ. കാരണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാം കേൾക്കും. ഭാര്യയുടെ പിണക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ പറയണ എല്ലാം കേട്ട് അതിനൊപ്പം എന്നാ നമ്മൾ കേട്ടിട്ടില്ല, ചാട് കുരങ്ങാന്ന് പറയുമ്പോൾ ചാടുന്ന രീതിയിലേക്ക് ഭർത്താക്കന്മാരെ ആക്കാതിരിക്കുക. അപ്പം അങ്ങനെ ചാടുമ്പോഴാണ് അത് പെങ്ങന്മാർ ആരാണേലും, സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാവരാണ്. പെങ്ങന്മാരാണേലും ഈ ആങ്ങളയുടെ വായിൽ ആവശ്യമില്ലാതെ പറഞ്ഞു ചെവിയിൽ ആവശ്യമില്ലാതെ ഓതി കൊടുക്കാണ്ടിരിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു നിയന്ത്രണം, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അത് വേറൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.